traders, welcome back to Boss Markets. This is Gold. ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. നമ്മൾ സ്ഥിരമുള്ള ട്രേഡ് ബ്രേക്ക് ഡൗണുകളല്ല ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്, അതുപോലെ എവിടെ നിന്ന് ട്രേഡ് എടുക്കുന്നില്ല, എവിടെ നിന്ന് ബൈ അല്ലെങ്കിൽ സെല്ല്, എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഈ ട്രേഡിൽ നമുക്ക് കാണാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേ ചാർട്ടിലേക്ക് പോകുന്നു. അതുപോലെ ഡേ ചാർട്ടിൻ്റെ പ്രീവിയസ് ഡേ ചാർട്ടിൻ്റെ ഞാൻ മാർക്ക് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആണ്. 2 days ശനി നേരം ക്ലോസ് ആണല്ലോ. മൺഡേ ആണ് മാർക്കറ്റ് ഉണ്ടാവുക. അതുപോലെ പ്രീവിയസ് സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരെ 4 hourലേക്ക് വരുന്നു. 4 hourൽ വരുമ്പോൾ നമ്മൾ പ്രീവിയസ് 4 hourൻ്റെ ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഹൈ ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഡേ ചാർട്ടിൻ്റെ ഹൈ തന്നെ 1 hour സെയിം തന്നെ. 30 minutesലേക്ക് പോകുന്നു. 30 minutes നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, സപ്പോർട്ടിലേക്ക് മാറ്റി വയ്ക്കുന്നു. 50 minutesലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് നോക്കുക. 50 minutes ആക്ച്വലി വീക്കാണ്. 30 minutes ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള കൺഫർമേഷൻ കാര്യങ്ങളും 30 minutesലാണ് എനിക്ക് ഉണ്ടാവാറ്. ഞാൻ സ്ട്രോങ് ക്യാൻഡിലായി ചെയ്യുന്നത് 30 minutes ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോ ട്രേഡിങ് സോൺ. ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഇതാണ് നോ ട്രേഡിങ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എവിടെ നിന്നാണ് ഞാൻ സെല്ല് പ്ലേസ് ചെയ്യുന്നത്? ഓക്കെ, ഓൾമോസ്റ്റ് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അത്യാവശ്യം നല്ല വോളിയം ഉണ്ടാവാറുണ്ട്. 2 days മാർക്കറ്റ് ഓഫ് ആയതുകൊണ്ടാകാം. അതുപോലെ ഏഷ്യൻ സെഷനിലും നല്ല വോളിയം ഉണ്ടാവാറുണ്ട്. എല്ലാവരും അതൊന്ന് നോക്കൊണ്ടു. ഏഷ്യൻ സെഷനിൽ മൺഡേത്തെ ഏഷ്യൻ സെഷനിൽ നല്ല വോളിയം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ ഒരു നിലവിലെ ക്യാൻഡിൽ അത്യാവശ്യം നല്ല ബോഡി ഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് സെല്ലേഴ്സ് അത്യാവശ്യം സ്ട്രോങ് ആണ്. ഓക്കെ, ഇനി സെല്ല് എടുക്കണമെന്നുണ്ടെങ്കിലുള്ള ക്രൈറ്റീരിയ നമ്പർ 1, ഇവിടെ എന്താവണം, ഒരു ക്യാൻഡിൽ അപ്പർ വിക്ക് ഫോം ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒരു അപ്പർ വിക്ക് ഫോം ചെയ്തതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് പ്ലേസ് ചെയ്യാം. അത് എവിടെ നിന്ന് സെല്ല് പ്ലേസ് ചെയ്യാം? തൊട്ട് ബാക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ല് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ SL എവിടെയാവും? SL ഓൾമോസ്റ്റ് കാണുന്നത് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ SL പ്ലേസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് പ്ലേസ് ചെയ്യുന്നു. ഫസ്റ്റ് TP എന്ന് പറയുന്നത്, ഇനി അടുത്ത സാധനം എവിടെയാണ് നമ്മൾ TP വെക്കുന്നത്, അതുപോലെ എവിടെ വെക്കരുത് എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഫൈനൽ TP1 എപ്പോഴൊന്നല്ല. TP1 ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു വിക്ക് ഫില്ല് ചെയ്യുക, പ്രീവിയസിൽ ഉണ്ടായിരിക്കുന്ന ആ വിക്ക് ഫില്ല് ചെയ്യുക. ഓൾമോസ്റ്റ് TP1 തന്നെ നമുക്ക് ഒരു 42 പിപ്സോളം ഉണ്ട്. ഓക്കെ, ആൻഡ് ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, TP1 അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50% ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല വോളിയം ആ ഒരു വിക്ക് റെസ്പെക്റ്റ് ചെയ്യാതെ അടുത്ത സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. ഇത് ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു സപ്പോർട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 159, ഓൾമോസ്റ്റ് 150-160 പിപ്സോളം ദൂരമുണ്ട്. വോളിയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തും. ഓക്കെ, ഇതാണ് ഒരു ക്രൈറ്റീരിയ. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബൈ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയയിൽ ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, അത് ഓൾമോസ്റ്റ് 30 minutesലാണെങ്കിലും 1 hourലാണെങ്കിലും 1 2 3 4 5 6 7 7 ക്യാൻഡിലാണ് നന്നായിട്ട് അടിപൊളിയായിട്ട് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് കൺഫർമേഷൻ വേണം ആ ഏരിയ ബ്രേക്ക് ചെയ്ത് അടുത്ത ബൈ എടുക്കാനുള്ളത്. ഇതാണ് നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് എബോല് ഒരു ക്യാൻഡിൽ 30 minutes ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം അടുത്ത ക്യാൻഡിൽ എന്ത് ചെയ്യുന്നു,
ഇതിൻ്റെ പ്രീവിയസ്ലി ഇത് ബ്രേക്ക് ചെയ്ത ക്യാൻഡലിൻ്റെ ഹൈ ക്രോസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈ പ്ലേസ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് ഇതിൻ്റെ SL എന്ന് പറയുന്നത് ഈ ഒരു താഴെ ഭാഗമാണ്. നിലവിലുണ്ടാക്കിയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഐഡിയൽ SL എന്ന് പറയുന്നത് പ്രീവിയസ് ക്യാൻഡലിൻ്റെ തൊട്ട് താഴെ. അത് അത്യാവശ്യം നല്ല ലെങ്തി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 50 മിനിറ്റിലേക്ക് നോക്കിയിട്ട് അത് ഏതാണോ ചെറുത് അതിലേക്ക് മൂവ് ചെയ്യുന്നു മാർക്കറ്റ് 50 മിനിറ്റ്സ്. ഇപ്പോൾ ഒരു ഐഡിയൽ 20 to 30 പിപ്സ് ഒക്കെ ഒരു ഐഡിയൽ SL ആണ്. ഓക്കെ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിനു ശേഷം നമുക്ക് SL എന്ത് ചെയ്യാം, ഈ ക്യാൻഡലിൻ്റെ തൊട്ട് ബാക്കിലേക്ക് മൂവ് ചെയ്യാം. റിസ്ക് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ റിസ്ക് നമ്മുടെ കയ്യിലാണ്, റിവാർഡ് മാത്രമാണ് മാർക്കറ്റിൻ്റെ കയ്യിൽ. എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ സേഫ് ചെയ്യുക, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് പ്രയോറിറ്റി. ഇനി ഇതിൻ്റെ TP, ഈ ഒരു ബൈൻ്റെ TP എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കാം. നേരത്തെ നമ്മൾ സെല്ല് സംസാരിച്ച് വളരെ ക്ലീൻ സൈഡാട്ടോ ലെഫ്റ്റ് സൈഡ്, അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ. നമുക്ക് ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവിടെ 30 മിനിറ്റ്സിൻ്റെ ഹൈ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇതാ ഈ ഒരു ഏരിയ. ഇവിടെ ക്ലീൻ സൈഡാണ്, ഓൾമോസ്റ്റ് 390 വലിയൊരു TP ആണ് ആ സൈഡിലുള്ളത്. ഒറ്റ സ്ട്രെച്ചിൽ എന്തായാലും മാർക്കറ്റ് അവിടെ എത്തില്ല, കണ്ടിന്യൂസ് ആയി സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഫോം ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ എത്തുള്ളൂ. വാട്ടവർ നമ്മുടെ ഗഡ്സാണ്, എത്രത്തോളം ഹോൾഡ് ചെയ്യണം, എവിടെ നിന്ന് എക്സിറ്റ് ആവണം, റിജക്ഷൻ കാണുമ്പോൾ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാറ്, ട്രേഡ് എടുക്കാറ്, അല്ലെങ്കിൽ സോൺ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു രീതിയിലാണ് ചെയ്യൽ. എപ്പോഴും ക്ലീൻ സൈഡ് വേണം, വോളിയം വേണം, അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉള്ള ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം അടുത്ത ക്യാൻഡിൽ അപ്പർ വിക്കോ ചെറിയ രീതിയിൽ അപ്പർ വിക്ക് ഫോം ചെയ്തതിന് ശേഷം അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ട്രേഡ് എടുക്കാറ്. ഓക്കെ, വോളിയമാണ് എപ്പോഴും വെപ്പൺ. ഞാൻ നേരത്തെ നല്ല എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വോളിയമാണ് നമ്മൾ അൾട്ടിമേറ്റ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എനിവേ മൺഡേ മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ അനാലിസിസ് എത്രത്തോളം കറക്റ്റായിട്ടുണ്ടോ നമുക്ക് നോക്കാം.